മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷം 23-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. യേശു ജനക്കൂട്ടത്തോടും തൻ്റെ ശിഷ്യന്മാരോടും അരുളി ചെയ്തു, നിയമജ്ഞരും ഫരീസയരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ. എന്നാൽ അവരുടെ പ്രവർത്തികൾ നിങ്ങൾ അനുകരിക്കരുത്. അവർ പറയുന്നു, പ്രവർത്തിക്കുന്നില്ല. അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വച്ചു കൊടുക്കുന്നു, സഹായിക്കാൻ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നുമില്ല. മറ്റുള്ളവർ കാണുന്നതിനു വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവർത്തികളെല്ലാം ചെയ്യുന്നത്. അവർ തങ്ങളുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതിയും വസ്ത്രത്തിൻ്റെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു. വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനവും സിനഗോഗുകളിൽ പ്രധാന പീഠവും നഗരവീഥികളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു. റബ്ബി എന്ന് സംബോധന ചെയ്യപ്പെടാനും ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത്. എന്തെന്നാൽ നിങ്ങൾക്കൊരു ഗുരുവേയുള്ളൂ, നിങ്ങളെല്ലാം സഹോദരന്മാരാണ്. ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്. എന്തെന്നാൽ നിങ്ങൾക്കൊരു പിതാവേയുള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. നിങ്ങൾ നേതാക്കന്മാർ എന്നും വിളിക്കപ്പെടരുത്. എന്തെന്നാൽ ക്രിസ്തുവാണ് നിങ്ങളുടെ ഏക നേതാവ്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് മാർച്ച് മാസം 17-ാം തീയതി ഈ തിങ്കളാഴ്ച രാത്രിയിൽ നമ്മൾ ഈശോയുടെ ചുറ്റുമിരിക്കുമ്പോൾ ഈശോ നമ്മോട് പറയുന്നത് സ്വയം എളിമപ്പെടുക എന്നാണ്. മനുഷ്യർ സാധാരണ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? സ്വയം ഉയർത്താൻ ശ്രമിക്കുന്നവരാണ് മനുഷ്യർ. ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ ഇത് പറഞ്ഞു, ഞാൻ അത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഞാൻ ഇത് നേടിയെടുത്തു, ഞാൻ ആ വിജയം കൈവരിച്ചു, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് സ്വയം ഉയർത്താൻ ശ്രമിക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിലാണ് നമ്മളുള്ളത്. അല്ലെങ്കിൽ ഞാൻ ഒരു നല്ലവനാണ്, ഞാൻ നല്ലവനാണ് എന്ന് അവതരിപ്പിക്കാൻ പരിശ്രമിക്കുന്ന, കുറച്ചുകൂടെ പറഞ്ഞാൽ ഞാനൊരു സംഭവമാണ് എന്ന് അവതരിപ്പിക്കണം, പ്രദർശിപ്പിക്കണം. അങ്ങനെ മനോഭാവമുള്ള, അതിൻ്റെ പ്രകടവും ഡയറക്റ്റ് ആയിട്ടുള്ളതും ഇൻഡയറക്റ്റ് ആയിട്ടുമൊക്കെയുള്ള മനോഭാവങ്ങളുടെ അടിമത്തത്തിൽ കഴിയുന്നവനാണ് മനുഷ്യൻ. അവരോട് ഈശോ പറയുകയാണ്, തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടുമെന്ന്. ഞാൻ നല്ലവനാണ്, ഞാൻ നേടിയെടുത്തവനാണ്, ഞാൻ ഉയർന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് സ്വയം ഉയർത്തുന്നവർക്ക് ഒരു വിധി കാത്തു കിടക്കുന്നുണ്ട്. അവർ താഴ്ത്തപ്പെടും. കാരണം സ്വയം നീതീകരിക്കുന്നവന് പിന്നെ ക്രിസ്തുവിലൂടെ കൈവരുന്ന രക്ഷയുടെ ആവശ്യമില്ല. നീ പാപം ചെയ്യാത്തവനാണെങ്കിൽ പിന്നെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഫലമായി ലഭിക്കുന്ന രക്ഷ നിനക്ക് ആവശ്യമില്ല. അപ്പോൾ ആർക്കാണ് ഈ കുരിശുമരണത്തിൻ്റെ, ഈ പീഡാസഹനത്തിൻ്റെ, കുരിശിൻ്റെ വഴിയുടെ കൃപ ലഭിക്കുന്നത്? ഞാനൊന്നുമല്ലാത്തവനാണ്, ഞാൻ പാപിയാണ്, സ്വന്തമായി ഒരു നന്മയും ചെയ്യാൻ കഴിവില്ലാത്തവനാണ് എന്ന് പറയുന്ന ആൾക്കാണ് കുരിശുമരണത്തിൻ്റെ അഭിഷേകം വരുന്നത്. അപ്പോൾ അങ്ങനെ സ്വയം താഴ്ത്തിയവൻ സ്വർഗത്തോളം ഉയർത്തപ്പെടും. പക്ഷെ സ്വയം നല്ലവനാണെന്ന്, സ്വയം നീതിമാനാണെന്ന് നമ്മൾ ഇന്ന് വായിച്ചതുപോലെ ഫരീസയരുടെയും പുരോഹിതരുടെയും ഒക്കെ ആ നിലപാട്, ഞങ്ങളെല്ലാ നിയമങ്ങളും പാലിക്കുന്നവരാണ്, ഞങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്, ഞങ്ങൾ ചെയ്ത ഈ നല്ല പ്രവർത്തികൾ വഴി ഞങ്ങൾക്കെല്ലാം ഉണ്ട് എന്ന ആ മനോഭാവത്തെ നോക്കിയിട്ടാണ്, ആ മനോഭാവത്തെ വിരൽ ചൂണ്ടിയിട്ടാണ് ഈശോ പറയുന്നത്,
നിന്നെ തന്നെ നീ ഉയർത്തിയാൽ നീ സ്വർഗത്തിൽ താഴ്ത്തപ്പെടും, നിനക്ക് അവിടെ സ്ഥലം ഉണ്ടാവുകയില്ല. പക്ഷെ ഒരാൾ പറയുകയാണ്, ഞാൻ പാപിയാണ് കർത്താവേ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞ് തന്നെ താഴ്ത്തിയാൽ അവർക്ക് സ്വർഗത്തിൽ ഇടമുണ്ടാകും കുരിശുമരണത്തിൻ്റെ യോഗ്യത കൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഈശോ നമ്മുടെ ആരാധനയ്ക്കും നമ്മുടെ സ്നേഹത്തിനും നമ്മുടെ ഭക്തിക്കുമൊക്കെ പാത്രമായിട്ട് മാറിയത്? ഈശോ നമ്മുടെ ആരാധനയ്ക്കും സ്തുതിക്കുമൊക്കെ പാത്രമായി മാറിയത്, പിതാവിൻ്റെ വലതുഭാഗത്തേക്ക് ഉയർത്തപ്പെട്ടത്, എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകപ്പെട്ടത് സ്വയം താഴ്ത്തിയില്ലാതെയായിക്കൊണ്ടാണ്, സ്വയം ശൂന്യനായിക്കൊണ്ടാണ്, നഗ്നനായിക്കൊണ്ടാണ്, കുരിശിൽ മരിച്ചുകൊണ്ടാണ്. സ്വയമില്ലാതെയാക്കിയ മനുഷ്യൻ സ്വർഗത്തോളം ഉയർത്തപ്പെട്ടു. ഈ ഭൂമിയിലെയും സ്വർഗത്തിലെയും എല്ലാ അധികാരങ്ങളും അവന് നൽകപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈ തപസ്സിൻ്റെ യാത്രയിൽ, ഈ കുരിശിൻ്റെ വഴിയുടെ യാത്രയിൽ നമ്മൾ സ്വാംശീകരിക്കേണ്ട പുണ്യം ഇതാണ്: സ്വയം എളിമപ്പെടുത്തുന്നവരാകുക. എന്താണ് കുരിശ് വഹിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം? ഈശോ പറഞ്ഞില്ലേ, സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്ത് എൻ്റെ പിറകെ വരിക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? സ്വയം നിനക്കുള്ളതെല്ലാം നീ വിട്ടുപേക്ഷിക്കുക, ഉണ്ടെന്ന് കരുതുന്നതൊക്കെ നീ ഡ്രോപ്പ് ചെയ്യുക. എന്നിട്ട് പാപപരിഹാരത്തിൻ്റെ കുരിശ്, അതാണ് കുരിശ്. ചില ആളുകൾ വിചാരിക്കുന്നുണ്ട് നിൻ്റെ തന്നെ കുരിശെടുത്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ ജീവിത ഭാരങ്ങൾ എടുത്തുകൊണ്ട് വരാനാണ്. അല്ല, ഈശോ പറയുന്നത് നിന്റെ പാപങ്ങളുടെ പരിഹാരത്തിൻ്റെ കുരിശ്. ആ കുരിശും ചുമന്നുകൊണ്ട് നീ എൻ്റെ പിറകെ വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പിറകെ വരുമ്പോഴാണ് നമ്മൾ ഉയർത്തപ്പെട്ടവരായിട്ട് മാറുന്നത്. അത് മാത്രം പോരാ, ഈശോ തന്നെ താഴ്ത്തിയിട്ട് നമ്മളെ ഉയർത്തി, സ്വർഗത്തോളം ഉയർത്തി. ഈശോ കുരിശ് മരണത്തോളം തന്നെ താഴ്ത്തി, എന്നിട്ട് നമ്മളെ സ്വർഗത്തോളം ഉയർത്തി. ഇനി നമുക്കൊരു റോളുണ്ട്. അപ്പോഴാണ് നമ്മൾ ക്രിസ്തുവായി മാറുന്നത്. നമ്മുടെ റോൾ എന്താണ്? നമ്മൾ ഈശോ തന്നെ താഴ്ത്തിയതുപോലെ നമ്മളും സ്വയം താഴ്ത്തി അപരനെ ഉയർത്താൻ പരിശ്രമിക്കുക. അപരനെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നവൻ്റെ പേരാണ് ക്രിസ്തു. നീ എത്ര പേരെ സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്? വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. നീ നിൻ്റെ കുടുംബത്തിലെ നിൻ്റെ ഭാര്യയെ നീ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നുണ്ടോ? നിൻ്റെ മക്കളെ നീ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നുണ്ട്? അപരനെ സ്വർഗത്തിലേക്ക് ഉയർത്താൻ കഴിയുന്ന വിധം നീ നിന്നെ തന്നെ താഴ്ത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഒരു പാപപരിഹാര പ്രവൃത്തി മൂലമാകാം. തമ്പുരാൻ്റെ മുൻപിൽ നീ മുട്ടുകുത്തി, കരങ്ങൾ ഉയർത്തി, ത്യാഗമെടുത്ത്, നീ സ്വയം എളിമപ്പെടുത്തി നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കുടുംബം സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ്. നിന്റെ സമൂഹം സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ്. നീ ക്രിസ്തുവായി മാറുകയാണ്. ഒരു വീട്ടിൽ മുട്ടുകുത്തി കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന അപ്പന് ക്രിസ്തുവിൻ്റെ രൂപമാണെന്നേ. മുട്ടുകുത്തി കണ്ണുനീരോടുകൂടെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അമ്മയ്ക്ക് ക്രിസ്തുവിൻ്റെ മുഖമാണെന്നേ, ക്രിസ്തുവിൻ്റെ ഹൃദയമാണെന്ന്. അപ്പോൾ ഇന്നത്തെ ആശംസ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾക്ക് ക്രിസ്തുവിനെ പോലെ അപരനെ സ്വർഗത്തിലേക്ക് ഉയർത്താൻ കഴിയട്ടെ എന്നാണ്. നമുക്ക് കണ്ണുകളടച്ചൊരു നിമിഷം ഈ വചനചിന്ത നമ്മുടെ ശരീരത്തിൻ്റെ, നമ്മുടെ മനസ്സിൻ്റെ, ആത്മാവിൻ്റെ ഭാഗമാക്കി മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. സ്തുതിക്കുന്നു, 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 മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അങ്ങയുടെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. നമുക്ക് മുട്ടുകുത്താം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ മുട്ടുകുത്തി നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കും. ഈ രാത്രിയിൽ പട്ടിണി കിടക്കുന്നവരുണ്ട്, അഭയാർത്ഥി ക്യാമ്പുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും കഴിയുന്നവരുണ്ട്, ആശുപത്രികളിലും ഭവനങ്ങളിലും രോഗികളായി കഴിയുന്നവരുണ്ട്, നാളെ ഓപ്പറേഷന് വിധേയരാകുന്നതിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, ഉദരത്തിലുള്ള കുഞ്ഞുങ്ങൾ, വന്ധ്യമായ ഉദരങ്ങൾ, വിദ്യാർത്ഥികൾ, പരീക്ഷകൾ എഴുതുന്നവർ,
യുവതി യുവാക്കൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നു, വിവാഹപ്രായമൊക്കെ കഴിഞ്ഞിട്ട് വിവാഹം നടക്കാത്ത സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കുടുംബജീവിതത്തിൽ കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകും, കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിക്കും. എന്റെ ജീവിതത്തിലേക്ക് ഇതാ ഒരു ദിവ്യകാരുണ്യാശീർവാദം ഇപ്പോൾ ഈ രാത്രിയിൽ കടന്നു വരികയാണ്. നിന്നെ ശക്തിപ്പെടുത്തുന്ന, നിന്നെ ധൈര്യപ്പെടുത്തുന്ന, നിന്നെ കുരിശോട് ചേർത്ത് നിർത്തുന്ന, കുരിശിൽ നിന്ന് കടന്നു വരുന്ന രക്ഷ നിനക്ക് കൈമാറ്റം ചെയ്യുന്ന ഒരാശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം. കുത്തി കരങ്ങൾ ഉയർത്തി യേശുനാമം വിളിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. അഭിഷേക ജ്വാലയായി നിറയും കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സന്തോഷമുള്ള രാത്രി, പ്രാർത്ഥനയുള്ള രാത്രി, സുഖനിദ്രയുള്ള രാത്രി ആശംസിക്കുന്നു. നാളെ കൂടുതൽ ആരോഗ്യത്തോടുകൂടെ ഉണർന്നെഴുന്നേറ്റ് ദൈവരാജ്യ ശുശ്രൂഷകളിൽ വ്യാപരിക്കാൻ, ക്രൂശിതനെ അനുഗമിക്കാൻ, കുരിശിനെ ലക്ഷ്യം വെച്ച് ജീവിക്കാൻ സാധിക്കട്ടെ. നാളെ വീണ്ടും ഇതേ സമയത്ത് ഈ വചന ശുശ്രൂഷയിൽ കണ്ടുമുട്ടുന്നതുവരെ നമുക്ക് പ്രാർത്ഥനയിൽ ഒരുമിച്ചായിരിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.